ലൂക്ക 12:32. ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട. ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട. എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ആൾക്കാർ ദൈവത്തിൽ നിന്ന് ദൈവത്തിലേക്കൊക്കെ വരുന്നതും ഒക്കെ എല്ലാം ഈ അനുഗ്രഹത്തിന്റെ ബേസിലാണ് വരണത്. ഈ ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ദൈവത്തിൽ നിന്ന് നമ്മുടെ പരാധീനതകൾക്ക് ഒരു പോരായ്മക്ക് പരിഹാരം കണ്ട് എത്തുക എന്നുള്ളതല്ലാതെ അതിൽ കവിഞ്ഞ് ഒരു അജണ്ട ആർക്കും ഇല്ല. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എല്ലാം ആ രീതിയിലാണ് നമ്മൾ ക്രമീകരിക്കണം. എന്തിനാണ് പ്രാർത്ഥിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ശരി പറയും, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്താ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ലെന്ന് പറഞ്ഞ ആൾക്കാർ. എന്തൊരു നോൺസെൻസാണ് ശരിക്കും പറഞ്ഞാൽ. പ്രാർത്ഥിക്കണത് എന്തിനാണ്? പ്രാർത്ഥിക്കുന്നത് ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അപ്പം പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്താ? അനുഗ്രഹമല്ല, ഫിസിക്കൽ ഫേവേഴ്സ് അല്ല, അത് യൂസ് ആൻഡ് ത്രോ ആണ്. പിന്നെന്താണ്? അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ രാജ്യം വന്നാ പിന്നെ എന്താ പ്രശ്നത്തെ? അത് പിന്നെ പോകത്തില്ല. നമ്മളെല്ലാവരും ധരിച്ചിരിക്കണം ഈ ഭൂമിയിൽ ദൈവരാജ്യം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഭരണം, ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് നമ്മുടെ ഇഷ്ടം ചേർത്ത് വെക്കുമ്പോൾ ദൈവത്തിൻ്റെ ഭരണമായി നമ്മുടെ ജീവിതത്തിലെ. അപ്പം നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് യാതൊരുവിധ ഒബ്ജക്ഷനുമില്ല. കാര്യം നമ്മൾ ആഗ്രഹിക്കുന്നത് ദൈവം ആഗ്രഹിക്കണതിന് നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മൾ ആഗ്രഹിക്കണതിന് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു അതിനാണ് ദൈവരാജ്യം എന്ന് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത്, ഈ ദൈവരാജ്യം വന്നാൽ പിന്നെ ഈ ദൈവരാജ്യത്തിലാണ് ഒരു വ്യക്തി ശരീരം ഉപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അവൻ ഈ ദൈവരാജ്യം കണ്ടിന്യൂ ചെയ്യും എപ്പോഴും. അപ്പം നമ്മൾ ചത്ത് കഴിഞ്ഞിട്ട് അവിടെ എന്തോ ഈ ഗാന്ധിയുടെ രാമരാജ്യമൊന്നുമല്ല നമ്മുടെ ദൈവരാജ്യം. ആ ദൈവസമാഗമത്തിൻ്റെ ദൈവത്തിൽ ആനന്ദിച്ച് സ്നേഹത്തിൽ സന്തോഷിച്ച് ദൈവത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിച്ചുകൊണ്ട് പോകുന്ന സംഭവമാണ്.